ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഷെരീഫ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൻ വരട്ടിയതാണ്. നമ്മളിതുവരെ മട്ടൻ കാണിച്ചിട്ടില്ല. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൻ വരട്ടിയതാണ്. നമുക്കതിൻ്റെ ഐറ്റംസൊക്കെ ഒന്ന് പരിചയപ്പെടാം. നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നൊരു 35 ആൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള മട്ടനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു 6 കിലോ മട്ടൻ മേടിച്ചിട്ടുണ്ട്. അതിലേക്കുള്ള ഐറ്റംസുകളാണിത്: ചുവന്നുള്ളി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, പിന്നെ ഇഞ്ചി ചതച്ചത്, പച്ചമുളക് ചതച്ചത്. ഇതെല്ലാം ഒരു 100-150 ഗ്രാം വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. സബോള അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഇതിൽ 2 കിലോ സബോളയാണ് ഉള്ളത്. തക്കാളി ഉണ്ട്. തക്കാളി 1 കിലോൻ്റെ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അത്ര വേണ്ട, അതിൽ നിന്ന് കുറച്ച് മാറ്റും നമ്മൾ. അത്ര വേണ്ട. നമുക്ക് ഒരു 6 കിലോനൊക്കെ വയ്ക്കണമെങ്കിൽ ഒരു 3/4 കിലോ തക്കാളിയുടെ ആവശ്യമേ വരുന്നുള്ളൂ. മല്ലിയില, പുതിന, കറിവേപ്പില ഇതൊക്കെ നമ്മുടെ ആവശ്യാനുസരണം കുറച്ച് ഇടുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പൊടിയുപ്പ്. ഇത് നമ്മൾ മട്ടനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മട്ടൻ വരട്ടിയത് നമ്മളിതുവരെ മട്ടൻ കാണിച്ചിട്ടുണ്ടാകുന്നില്ല. ആദ്യത്തെ എപ്പിസോഡാണ്. പിന്നെ ഇതിൽ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, കുരുമുളക് പൊടി, വെളിച്ചെണ്ണ, കറിവേപ്പിൻ്റെ ഇല, മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട് വേവിച്ച് വെച്ചിരിക്കുകയാണ്. 6 കിലോ മട്ടനാണുള്ളത്. 35 ആൾക്ക് സുഖമായിട്ട് കഴിക്കാം. അപ്പോൾ നമുക്കെന്നാൽ ഉരുളിയൊക്കെ സെറ്റായിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് കത്തിച്ച് തുടങ്ങാം. ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു 1/2 കിലോ വെളിച്ചെണ്ണയാണ്. ഇതിൻ്റെ മസാല അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് 1/2 കിലോ വെളിച്ചെണ്ണ. എണ്ണ ചൂടായിട്ടുണ്ട്. ചുവന്നുള്ളിയാണ് ആദ്യം തരുന്നത് കേട്ടോ. ഫസ്റ്റ് ചുവന്നുള്ളി ഇടുന്നുണ്ട്. മട്ടനിലെപ്പോഴും കുറച്ച് ചുവന്നുള്ളി കൂടുതൽ നല്ലതാണ്. ചിക്കനെയും ബീഫിനെയും അപേക്ഷിച്ചിട്ട് കുറച്ച് കൂടുതലിടാം. ഇനി വെളുത്തുള്ളിയാണ് ഇടുന്നത്. പച്ചമുളകാണ് ഇടുന്നത്. ഇനി അടുത്തത് ഇഞ്ചി. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നല്ല സ്മെല്ല് കിട്ടും. ആ സമയത്ത് നമുക്ക് സബോളയിൽ ആഡ് ചെയ്യാം. അപ്പോൾ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ചുവന്നുള്ളിയൊക്കെ ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് സബോള ഇടാൻ പോവുകയാണ്. നമ്മൾ നേരത്തെ കാണിച്ചില്ലേ സബോള, അത് ഇടാൻ പോവുകയാണ്. ഈ ഉള്ളി വാടാനായിട്ട് ഒരു 2 സ്പൂണ് കല്ലുപ്പ് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വാടി കിട്ടും. ഉള്ളി ഇതിൽ കാണാൻ പാടില്ല. അതേപോലെ ഈ സാധനം വെന്ത് കിട്ടണം കേട്ടോ. നല്ലോണം വേവണം ഉള്ളി. എന്നിട്ടാണ് ഇനി മറ്റുള്ള ഐറ്റംസിൽ ചേർക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഉള്ളി വേവില്ല. ഉള്ളി വാടി തുടങ്ങി. ഒരു 3/4 വേവായിട്ടുണ്ട് ഇപ്പോൾ ഉള്ളി. ഇനി നമുക്ക് ഈ ഗ്രേവി കൂട്ടണമെന്നുണ്ടെങ്കിലേ ഇതിൽ പച്ചവെള്ളം ഒരിക്കലും ഒരു മസാലയിൽ ഒഴിക്കരുത്. തിളപ്പിച്ച വെള്ളം ഒഴിക്കുക. നമ്മളിതിൽ ഒരു കപ്പ് തിളപ്പിച്ച വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ആയി കിട്ടും ചെയ്യും ഉള്ളി. ആ ഉപ്പിൻ്റെ ടേസ്റ്റൊക്കെ എല്ലായിടത്തും പിടിക്കും. ഇനി എളുപ്പത്തിലാവും. പച്ചവെള്ളം ഒരിക്കലും ഒഴിക്കരുത്, ചൂടുവെള്ളം ഒഴിക്കുക. അപ്പോൾ സവോളൊക്കെ വെന്തു. ഇനി അതിൽ നമുക്ക് പറഞ്ഞ തക്കാളി ചേർക്കാം കേട്ടോ. 3/4 ഭാഗം തക്കാളി അതിൽ ചേർത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ടാണ് മട്ടൻ വേവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇതിലിടണുള്ളൂ.
ഇനി മുളക് പൊടി അതൊരു 3 ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. എരിവ് കൂട്ടുന്നവർക്ക് കൂട്ടാട്ടോ. മല്ലിപ്പൊടി ഒരു 5 ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട് കേട്ടോ. നിങ്ങളൊന്ന് ഇളക്കി നോക്കാം. കുരുമുളക് പൊടിയാണ് മട്ടണിൽ കൂടുതൽ ചേർക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ. ഇത് നമ്മൾ വാങ്ങി പൊടിപ്പിച്ച കേട്ടോ. ഇനി ഗരം മസാല പൊടിച്ചത് ഞാൻ പറയാറില്ലേ, പട്ട, ഗ്രാമ്പു, ഏലക്കായ, ജാതിക്ക, ജാതിപത്രി, സാഹചര്യം, തക്കോലം, പെരുംജീരകം അതൊക്കെ കൂടി പൊടിച്ചതാണ്. ഒരു 1.5 സ്പൂൺ ഇട്ടുണ്ട് കേട്ടോ. കറിവേപ്പില ഇടുന്നുണ്ട്. നേരത്തെ കാണിച്ചതിൻ്റെ പകുതി മല്ലിയില ഇടുന്നുണ്ട്. അതുപോലെ പകുതി പുതിന ഇടുന്നുണ്ട്. അപ്പം മട്ടൻ്റെ മസാല റെഡിയായി. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൻ ഇതിൽ ആഡ് ചെയ്യാം. അല്ലേ, 35 ആൾക്ക് കഴിക്കാവുന്ന മട്ടനാണ്. 6 കിലോ മട്ടൻ എടുത്തിട്ടുണ്ട്. അത് നമ്മളിതിൽ ആഡ് ചെയ്യാൻ പോകണം. വേവിച്ച് വെച്ചിരിക്കാം കേട്ടോ. ഇത് നല്ലോണം ഒന്ന് ഇളക്കി നല്ലോണം ഇളക്കി മടക്കണം കേട്ടോ. ആ സബോളയും എല്ലാം ഇറച്ചിയുടെ മുകളിൽ പിടിക്കാനായിട്ട്. ഇനി നമ്മളിതിൽ ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഇത് വേവിച്ച വെള്ളം ഒരു കുറച്ച് കൂട്ടുന്നുണ്ട്. കുറച്ച് ഗ്രേവി വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് കുറച്ച് കൂട്ടുന്നുണ്ട് കേട്ടോ. അതിൻ്റെ അതിൻ്റെ മെയിൻ സത്താണ്, അത് കളയുന്നില്ല, അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു ലിറ്ററോളം അതിൽ ഒഴിച്ചിട്ടുണ്ടാവും കേട്ടോ. തീയൊന്ന് ഓണാക്കിയപ്പോൾ അത് തിളച്ചു. ആ വെള്ളം മുകളിലേക്ക് വന്നു. ഇനിയിപ്പോൾ അങ്ങനെ റോസ്റ്റായിട്ട് കഴിക്കാമെന്നുണ്ടെങ്കിൽ അങ്ങനെ റോസ്റ്റായിട്ട് കഴിക്കാം. ഗ്രേവി ആവേണ്ടവർക്ക് മാത്രമാണ് ആ വെള്ളം കൂട്ടേണ്ട ആവശ്യമുള്ളൂ. ആ വെള്ളം കൂട്ടണമെങ്കിൽ എന്ന് വെച്ചാൽ അതിൻ്റെ മെയിൻ സത്താണത്. അതിൻ്റെ എല്ലും ഇറച്ചിയും എല്ലാം കൂടി വെന്തിട്ടുള്ള വെള്ളമാണത്. നല്ല മണവും ഉണ്ടാവും, അതിൻ്റെ കൊഴുപ്പും എല്ലാം കൂടിയിട്ട്. ഇനിയൊരു 10-20 മിനിറ്റ് ഒന്ന് വേവിക്കുക. അപ്പോൾ സെറ്റാവും. ഇത് 2 ഐറ്റങ്ങളും ചേർക്കാണ്ട്, തൈര് ചേർക്കാണ്ട്, പിന്നെ അണ്ടിപ്പരിപ്പ് അരച്ച് വെച്ചിട്ടുണ്ട്, അത് ചേർക്കാണ്ട്. അത് നമുക്കിത് തിളച്ച് റെഡിയാകുമ്പോൾ അത് നമുക്കിത് ആഡ് ചെയ്യാം. ഒരു കയ്യിൽ നമ്മൾ ചെറിയ കയ്യിലെ ഒരു കയ്യിൽ തൈരാണ് ഇതിൽ ഒഴിക്കുന്നത് കേട്ടോ. അതതിൻ്റെ എരിവും ഉപ്പും എല്ലാം കറക്റ്റാവും. അതാണ് ഒഴിക്കേണ്ടത്. സ്വല്പം എരിവ് കൂടിയിട്ടുണ്ടെങ്കിൽ ആ എരിവ് നിയന്ത്രിക്കും, ഉപ്പ് കൂടിയിട്ടുണ്ടെങ്കിൽ ആ ഉപ്പ് നിയന്ത്രിക്കും. പിന്നെ അതൊരു ടേസ്റ്റുമാണ്. നമ്മളിപ്പോൾ അത് ആ വേവിക്കാത്തുമ്പോൾ വേവാത്ത 1-2 ഉള്ളികളുണ്ട്. ആ ഉള്ളിയൊക്കെ ഇപ്പോൾ ഈ ഗ്രേവിയിൽ കിടന്ന് കറക്റ്റ് കണ്ടു. ഇത് അണ്ടിപ്പരിപ്പ് അരച്ചതാണ്. അതൊരു 5 ടേബിൾ സ്പൂൺ ഇതിൽ ഒഴിക്കുന്നുണ്ട്. അഞ്ച് ടേബിൾ സ്പൂൺ ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് അരച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മട്ടൻ വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അഭിപ്രായങ്ങളും പറയണം. ഓക്കെ, അപ്പോൾ ഇനി അടുത്തൊരു എപ്പിസോഡായിട്ട് കാണാം. ബൈ.